ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബുദ്ധ പൂർണിമയാണ്, അഥവാ ബുദ്ധൻ ജനിച്ച ദിവസം. അപ്പം ഇന്നത്തെ ദിവസം സ്പെഷ്യലായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാണ്. ബുദ്ധനെ കുറിച്ചിട്ടും ബുദ്ധൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്കായിട്ട് വരുന്നത് പീസ് അഥവാ സമാധാനം എന്നതിനെ കുറിച്ചിട്ടും കൂടിയാണ്. ഓക്കെ, ബുദ്ധൻ സിദ്ധാർത്ഥ ഗൗതം എന്ന് പറയുന്ന ബുദ്ധൻ ജനിച്ചത് 623 BC ലുംബിനി, അതായത് ഇപ്പോഴത്തെ നേപ്പാളിലെ ലുംബിനിയിലെ രാജകുടുംബത്തിലെ ആണ് ജനിച്ചത്. രാജാവ് സുധോനൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. അതായത് ശക്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ രാജാവായിരുന്നു ഇത്. പിന്നെ ബുദ്ധൻ്റെ അമ്മയുടെ പേര് മായാദേവി എന്നാണ്. മായാദേവിക്ക് സ്വപ്നത്തിൽ ഒരു വെള്ള ആന വന്നിട്ട്, ഐരാവതം എന്നൊക്കെയാണ് അതിൻ്റെ ഇതിൽ പറയുന്നത്, ആന വന്നിട്ടൊരു സൈന് കൊടുക്കുകയാണ്. അതായത് ഒരു ഇത് കൊടുത്തിട്ട് പറയാണ്, അത് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ ഒന്നുകിൽ ഒരു മഹാരാജാവായോ അല്ലെങ്കിൽ ഒരു വളരെ വലിയൊരു സ്പിരിച്വൽ ലീഡർ, അതായത് ആത്മീയ നേതാവായിട്ട് മാറുമെന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധൻ്റെ ആദ്യകാല ജീവിതം എന്ന് പറയുന്നത് വളരെ ലക്ഷറിയസ് ആണ്. രാജകുടുംബത്തിലാണ് ജനിച്ചത്, രാജാവാൻ പോകുന്ന ആളായതുകൊണ്ട് വളരെയേറെ ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതമാണ്. അതായത് എല്ലാ ജീവിത സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണ് ശ്രീബുദ്ധൻ. 29ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്, അതായത് ഈ ഒരു സ്പിരിച്വൽ ലീഡർ, അതായത് ആത്മീയ ജീവിതത്തിലേക്ക് അദ്ദേഹം ചുവടുവെക്കുന്നത്. അതായത് ഒരു ബോധിമരത്തിൻ്റെ ചുവട്ടിൽ പോയി അദ്ദേഹം തപസ്സിരുന്നു എന്നാണ് കഥകളിൽ പറയുന്നത്. ഓക്കെ, അതാണ് ആ കാലഘട്ടത്തിൽ 623 BC ജനിക്കുന്നു. ഓക്കെ, ഇതിന് കാരണമായിരിക്കുന്നത് 4 ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്ന 4 സൈറ്റുകളാണ്. ആൻ ഓൾഡ് മാൻ, ഒരു ഓൾഡ് മാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇതിനെ, പിന്നെ ഒരു സിറ്റുവേഷൻ, അതായത് ഈ പ്രായമാകുന്നതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഓൾഡ് മാൻ ഇതാക്കുന്നത്. പിന്നെ ഒരു സിക്ക് പേഴ്സൺ, അഥവാ ഒരു രോഗബാധിതനായ മനുഷ്യൻ. ഇൽനെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു ക്രോപ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെത്തിനെ. ഒരു വാണ്ടറിങ് എസറ്റിക്, ഒരു സ്പിരിച്വൽ ഇതാക്കിക്കൊണ്ട് ഒരു തീർത്ഥാടകനെ പോലെ ഒരാൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 4 സിദ്ധാർത്ഥനെ ബുദ്ധനായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിലേക്ക്, അതായത് ഒരു സ്പിരിച്വൽ ടേണിംഗ് പോയിന്റിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് എൻലൈറ്റ്മെൻറ്റ്, അഥവാ ഇങ്ങനൊരു ഇതിലേക്ക് വരാൻ കാരണം അദ്ദേഹത്തിന് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ആണ്. കാരണം ഇദ്ദേഹം ഒരു ആസ്തറ്റിക് ടീച്ചറായി മാറപ്പെടുകയായിരുന്നു അതിനുശേഷം. അതായത് ഒരു ഇന്ത്യ മൊത്തം യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ബോധിമരത്തിൻ്റെ താഴെയാണ് അദ്ദേഹത്തിൻ്റെ തപസ് ചെയ്തതെന്ന് പറയുന്നത്. സിദ്ധാർത്ഥൻ ബോധിമരം അട്രിവേക്ക്, അതായത് ഒരു ബോധിമരം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഒരു ബോധ്ഗയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അത് ഇന്ത്യയിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. 49 ദിവസം അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തു. അദ്ദേഹത്തിന് ദി സ്റ്റേറ്റ് ഓഫ് പെർഫെക്റ്റ് വിസ്ഡം, അതായത് കൃത്യമായ ഒരു സ്വർഗീയമായെന്നല്ല പറയില്ലേ, അതായത് വാനപ്രസ്ഥം പോലത്തെ ഒരു ഇതിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് അതായത് ജനന മരണ സൈക്കിൾ, അതായത് ജനന മരണ ചക്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു മുക്തി ലഭിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നീട് ഒരു ടീച്ചറായി മാറി. അദ്ദേഹത്തിന് കിട്ടിയ ബോധോദയം, കാരണം ബുദ്ധന് ബോധോദയം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഒരു ടീച്ചറായി മാറപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു ഇതിന് ധർമ്മചക്ര, സെറ്റിംഗ് ഓഫ് മോഷൻ ഓഫ് വീലിംഗ് ധർമ്മ എന്ന് പറയുന്നത് ധർമ്മത്തെ കുറിച്ചിട്ട് ഉള്ളതാണ്. അതായത് ട്രൂത്ത് ഓഫ് സഫറിങ്, അതായത് ദുഃഖം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു അനുഭവം, അതായത് സഫറിങ് ആണ്. സഫറിങ് എന്ന് പറയുന്ന അനുഭവം തന്നെയാണ്, അതായത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഒറിജിൻ ഓഫ് സഫറിങ്ങിന് കാരണമായിട്ടുള്ള, അതായത് ഈ അനുഭവത്തിനും ഈ ദുഃഖത്തിനുമൊക്കെ കാരണമായിട്ടുള്ളത്. പിന്നെ നിരോധ, ദ പോസിബിൾ ഓഫ് എൻഡ് ഓഫ് സഫറിങ്, അതായത് ഈ സഫറിങ്ങിൻ്റെ അവസാനം, ഈ ഒരു ഇതിൻ്റെ സഫോക്കേഷൻ്റെ ഒരു അവസാനമാണ് ഇത്. പിന്നെ മാഘ എന്ന് പറയുന്നത് പാസ് ഓഫ്, അതായത് ട്രൂത്തിലേക്കുള്ള, അതായത് സത്യത്തിലേക്കുള്ള ഇത്, സഫറിങ്ങിൻ്റെ അവസാനത്തിലേക്കും സത്യത്തിൻ്റെ തുടക്കത്തിലേക്കുമുള്ള ഇത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാതകൾ എന്ന് വെച്ചാൽ പലതരം ഇതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ്, അതായത് ബുദ്ധൻ എപ്പോഴും പലതരത്തിലെ വീക്ഷണങ്ങളിൽ അദ്ദേഹം പറയുന്നത് പീസ്, അതായത് സമാധാനം എന്ന് പറയുന്ന ഒന്നാണ്. അതായത് അഹിംസയിലൂടെ, പിന്നെ
പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഇന്നർ പീസ്, അതായത് ഉള്ളിലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന, അതായത് മാനസികമായിട്ടുള്ള പീസ്ഫുൾനെസ്സിനെ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ പീസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ മെഡിറ്റേഷൻ, ഭാവന എന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. കേര ആർട്ടിക്കിളിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് മെഡിറ്റേഷൻ, അതാ യോഗ പോലുള്ള ഇത്, അതായത് ആത്മീയ കാര്യങ്ങളിലേക്ക് ഇതാക്കൽ. പിന്നെ റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻറ്റൻഷൻ, നമ്മളെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇൻറ്റൻഷൻ അഥവാ അർത്ഥം മനസ്സിലാക്കലാണ്. പിന്നെ കമ്പാഷൻ ആൻഡ് ലവിങ് കൈൻഡ്നസ്, അതായത് നമുക്കൊന്നിനോടുള്ള ഒരു ഇഷ്ടം, നമുക്കൊന്നിനോടുള്ള കമ്പാഷൻ, അതിനെക്കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. പിന്നെ എത്തിക്കൽ കണ്ടൻറ്റ്, അതായത് ജീവിതത്തിൻ്റെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പലതരം കാഴ്ചപ്പാടുകൾ, അതായത് പീസിന് വേണ്ടിയിട്ട് എത്തിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മൾ എത്തിക്സോട് കൂടിയ, നമുക്കത് ശരിയായ ഇതിലോട് കൂടിയ ഇതാണ്. പിന്നെ നോൺ അറ്റാച്ച്മെൻറ്റ്, അധികം ആരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ, അതായത് ബുദ്ധൻ്റെ പഠിപ്പിക്കൽ രീതി അങ്ങനെയാണ്. നോൺ അറ്റാച്ച്മെൻറ്റ്. അനാട്ട എന്ന് പറയുന്ന ഹെൽപ്പ് ഇൻഡിവിജ്വൽ, അതായത് നമുക്ക് നമ്മളതായ ഇതിൽ നമുക്ക് മറ്റുള്ളവരോട് പോകുന്ന പൊസസീവ്നെസ്, പവർ, ഈഗോ എന്ന് പറയാമല്ലോ, നമുക്ക് നമ്മൾ വലിയ എന്തുവാണെന്നുള്ളത് തോന്നൽ, ഓക്കെ, ഇതിനൊക്കെ അതിജീവിക്കൽ. അതായത് നമ്മൾ മറ്റൊരാളെ ഇതാക്കുക, അതായത് പൊസസീവ്നെസ്, നമ്മളത് മാത്രമാണ് ഇതാക്കുക. പിന്നെ നമ്മൾ പവർ, നമുക്ക് സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള പവർ, അത് ഇതൊന്നും ഒന്നുമല്ല. ഇങ്ങനത്തെ സ്റ്റേജിനൊക്കെ കടന്നു പോയാൽ മാത്രമേ സമാധാനം കിട്ടൂ. മനസ്സമാധാനം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഓക്കെ, പീസ്, സമാധാനം ആയതിന്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇൻകറക്റ്റ്നെസ്, അതായത് നമ്മൾ ഇൻ്റർ കണ്ടിനൻസിനെ ഇതാക്കൽ, അതായത് നമ്മുടെ ഉള്ളിലെ ഉൾമനസ്സിനെ ഇതാക്കൽ, നമ്മുടെ ഉള്ളിലുള്ള ഇതിനെ നമ്മൾ ശരിയായി മനസ്സിലാക്കലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ റിസോൾവിങ് കോൺഫ്ലിക്റ്റ്, അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതാക്കലാണ്, മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കൽ തന്നെയാണ്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു. ശരിയായ രീതിയിലുള്ള സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മളെ കോൺഫ്ലിക്റ്റുകളിൽ, അതായത് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ശരിയായ രീതിയിൽ സംസാരിക്കുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റുള്ളവരായിട്ട് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു മാറാനും പറ്റും. പിന്നെ ഒരുപാട് കമ്മ്യൂണിറ്റിക്കാർ ബുദ്ധിസം എന്ന് പറഞ്ഞ രീതിയിലൂടെ അദ്ദേഹത്തെ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം ഗ്ലോബൽ പീസിൻ്റെ, അതായത് നിങ്ങൾ നേപ്പാളിൽ തന്നെ കണ്ടാൽ മതി, ഈ വീഡിയോ കണ്ട അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇതാക്കുന്നത് അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞ്. കാരണം അവർ ഇങ്ങനെ ഓരോ ഇവരൊക്കെ ഈ സമാധാനം, കാരണം അവരൊക്കെ ഇങ്ങനത്തെ എക്സ്ട്രീം ലെവലിലുള്ള, അതായത് വാനപ്രസ്ഥം എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്പിരിച്വലായിട്ട് അങ്ങേയറ്റം ജീവിക്കുന്ന, അവരുടെ വസ്ത്രധാരണത്തിലായിക്കോട്ടെ, രീതികളിലായിക്കോട്ടെ, ടിബറ്റൻ ജനതയെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. നേപ്പാൾ ടിബറ്റൻ ജനതയല്ല, കാരണം ബുദ്ധൻ നേപ്പാളിലാണ് ജനിച്ചത്, ഇന്ത്യയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇത് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ലോകം മൊത്തം അദ്ദേഹത്തിൻ്റെ ഇത് കാണാം. കാരണം നമ്മൾ ജപ്പാനിൽ പോയാൽ തന്നെ ബുദ്ധൻ്റെ നാട്ടുകാരല്ല ഇന്ത്യക്കാർ എന്ന് ചോദിക്കുന്ന കൂട്ടരുണ്ട്. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിന്. അതായത് പീസ്ഫുൾ, അതായത് അഹിംസ എന്ന ആശയം നമ്മൾ ഗാന്ധിജി എന്ന് കേട്ട ആശയമാണ്. ഗാന്ധിജിക്ക് മുമ്പേ തന്നെ അഹിംസ, അതായത് നമ്മളെ സമാധാനത്തിന് വേണ്ടി അഹിംസ, നോൺ ഹാം എന്ന് പറയുന്ന ഇത് ബുദ്ധൻ ഇതാക്കിയതാണ്. കാരണം ഒരു രാജാവിൽ നിന്നും അദ്ദേഹം ഒരു സന്യാസിയായി മാറപ്പെടുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് കാഴ്ചപ്പാടുകൾ, അതായത് മടിയെക്കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ടും നമ്മളെ ഇത് അവോയ്ഡ് ചെയ്യാൻ, അതായത് ലേസിനെസ്, മടി അവോയ്ഡ് ചെയ്യാൻ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ സ്വൽപ്പം ഡിസിപ്ലിൻ ബൈ എഫേർട്ട് ഓഫ് ഹീറ്റ്ഫുൾനെസ്, ഡിസിപ്ലിൻ, മാറ്ററി തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് കാണിക്കാം, മടിയിൽ നിന്നും മാറാൻ പറ്റും, മടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളെ തന്നെ മനസ്സിലാക്കുകയും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്, നമ്മളത് ആ സമയത്ത് ചെയ്യണം എന്നത് പറയുന്നതാണ്. കാരണം മടി എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനം നമ്മൾ ഇല്ലാതാക്കാണ്. അത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കുന്നതിനെയാണ് നമ്മൾ മടി പിടിച്ചിരിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഒരു കർമ്മ മേഖലയുണ്ട്, അവരുടേതായ ഇതുണ്ട്, അപ്പോൾ അത് ചെയ്യണം. അപ്പം മടിയെക്കുറിച്ച് അതെന്നത് ഓക്കെ. പിന്നെ ബുദ്ധൻ്റെ എതിരെ ക്ഷേത്രങ്ങളിൽ പോകുന്ന കൂട്ടരുണ്ട്, ബുദ്ധന് ഫ്ലവർ ഇതാക്കുന്ന കൂട്ടരുണ്ട്. അങ്ങനെ പലതരം ആചാരങ്ങൾ പല ഇതിലുണ്ട്. നമ്മളെ നാട്ടിൽ എത്ര ഇതായിട്ട് ബുദ്ധ പൂർണിമ, അതായത്